ഹലോ ഗൈസ്, ഇന്ന് അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത്. നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ചുണ്ടിന്റെ കറുപ്പ് നിറം മാറാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുക്കാൻ കുറേ സമയമായിട്ട് ശ്രമിക്കുകയാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഒന്നി ഈ കുഞ്ഞു സാധനം ഒന്നി ബഹളം ഉണ്ടാകും, അല്ലെങ്കിൽ ആ വലിയ ആൾ അവിടെ ബഹളം ഉണ്ടാക്കും. ഈ രണ്ട് ബഹളത്തിന്റെ ഇടയിലാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. എങ്ങനെയാവും ഏതാ ഒന്നും അറിയില്ല. കുറേ നേരമായിട്ട് ഞാൻ വീഡിയോ എടുക്കും കളയാ ഒരു അവസ്ഥയിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം ചുണ്ടിന്റെ ഡാർക്ക്നെസ് മാറാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ഇതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ വാങ്ങി ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ വീഡിയോ എടുക്കാൻ കുറേ ദിവസം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് വെച്ച് ഇതൊന്നും റിസൾട്ട് ഇല്ലാത്ത ഒരു കാര്യങ്ങളും അല്ല. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യം പറയാം. ഇപ്പോഴല്ല യൂസ് ചെയ്തിട്ടുള്ളത്, കുറച്ച് നാൾ മുമ്പാണ്. ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം യൂസ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അതാണ് മെയിൻ അതിൻ്റെ ഒരു കാര്യം. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഞാൻ ട്രൈ ചെയ്തൊരു സംഭവമാണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും പാല്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാല്, എന്തോ നമ്മൾ ചായ ഇടാൻ ഉപയോഗിക്കുന്ന പാലും മിക്സ് ചെയ്ത് ഞാൻ ചുണ്ടിൽ യൂസ് ചെയ്യുമായിരുന്നു. അടിപൊളിയായിട്ട് എനിക്ക് റിസൾട്ട് ഇതെല്ലാമായിട്ട് മാറ്റം വന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലിപ്പിൻ്റെ, ഇപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് അതുകൊണ്ട് അറിയില്ല, ലിപ്പിൻ്റെ ഇങ്ങനെ ലൈൻ പോലെയാണ് എനിക്ക് ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. അപ്പം എനിക്കതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ആ ഡാർക്ക്നെസ് കുറഞ്ഞ കണക്ക് ഫീൽ വന്നിട്ടുള്ളതായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാതെ അങ്ങനെ വിട്ടതാണ്, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയതാണ്. അതുകൊണ്ടാണ് ഇപ്പം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എൻ്റെ ലിപ്പ് നല്ലതുപോലെ ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ മറച്ചിങ്ങനെ പോവാണ്, നമുക്ക് എല്ലാം അടിപൊളിയാക്കി എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊരു അടിപൊളി ഒരു പാക്കാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ഡ്രൈനെസ് മാറ്റാൻ പറ്റിയ ഒരു സംഭവമാണ് തേൻ. നിങ്ങൾ എന്തായാലും ഒന്ന് നൈറ്റൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങരുത്. ലാസ്റ്റ് ഉറുമ്പ് വന്ന് കടിച്ച് എന്ന് പറഞ്ഞ് എൻ്റെ കാര്യം പറയരുത്. അപ്പം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക തേനൊക്കെ. പിന്നെ തേൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നക്കി തിന്നാൻ സാധ്യത കൂടുതലാണ്. അതാണ്. അപ്പം തേൻ നല്ലൊരു കാര്യമാണ്. പിന്നെ അതേപോലെ നമ്മുടെ ചുണ്ടിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ പറ്റിയൊരു സംഭവമാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസും തേനും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അടിപൊളി ഒരു കാര്യമാണ്. വീഡിയോയുടെ ഇടയിൽ ഇതാ വന്നേക്കുന്നത്, കണ്ടോളൂ. അപ്പം ഇവിടെ ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ, അതേപോലെ തന്നെ പറഞ്ഞ മഞ്ഞൾപ്പൊടിയും നാരങ്ങാ നീരും തക്കാളിയുടെ നീരും. നാരങ്ങാ നീര് കുറച്ച് യൂസ് ചെയ്താൽ കേട്ടോ. അപ്പം അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടിൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും അടിപൊളി ഒരു പാക്കാണ്. നല്ലതുപോലെ നമ്മുടെ ചുണ്ടിൻ്റെ ഡാർക്ക്നെസ് മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ റിസൾട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് ഇഷ്ടം, എന്ത് വീഡിയോ ആണ് ഇടേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.